Hi, welcome to my channel Healthy Yummy Bites. I'm Susan. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായി എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല സോഫ്റ്റുമായിട്ടുള്ള ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ചോക്ലേറ്റ് കേക്ക് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഓർക്കണേ. ആദ്യം തന്നെ കേക്ക് ടിൻ തയ്യാറാക്കി വെക്കാം. ഇതിലേക്ക് അല്പം ബട്ടറോ എണ്ണയോ ഒന്ന് തൂവി കൊടുക്കാം. വശങ്ങളിലും അടിയിലും എല്ലാം നല്ലതായിട്ട് തേക്കാം. ശേഷം ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെക്കണം. ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്കും അല്പം ബട്ടർ തേച്ച് കൊടുക്കുന്നു. പല നീളത്തിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് സൈഡിലോട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. കേക്ക് വേഗത്തിൽ ഇളകി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യാം. അതിനായി ഒരു വലിയ പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ ഇതുപോലെ പിടിച്ച് 1 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുന്നു. 1/3 കപ്പ് കൊക്കോ പൗഡർ കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നു. 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർക്കാം. കൂടെ ഒരു 1/8 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു. ഒന്ന് ചേർത്തിളക്കി ഇടഞ്ഞെടുക്കാം. ഇങ്ങനെ ഇടഞ്ഞെടുക്കുമ്പോൾ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ചേർന്ന് നന്നായി വരും. ഇനി ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ ചെയ്താൽ നല്ലതാണ്. ഒരു വിസ്ക് ഉപയോഗിച്ച് 1 മിനിറ്റ് നേരത്തേക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയ ശേഷം ഇത് മാറ്റി വെക്കാം. ഈ സമയത്ത് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 170 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഓൺ ആക്കി വെക്കാം. ഇനിയും 1 ടീസ്പൂൺ കോഫി പൗഡർ ഒരു കപ്പിലെടുത്ത് ഇതിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കാം. അതിനായി ഒരു വലിയ പാത്രത്തിലേക്ക് ഒരു 1/3 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ബ്രൗൺ ഷുഗർ, നല്ല ഫൈനായിട്ടുള്ള വളരെ വേഗത്തിൽ അലിയുന്ന ഷുഗറാണ്. 2 മുട്ടയുടെ പൊട്ടിച്ച് ചേർക്കാം. ഇതെല്ലാം ഇനി ഒരു ബ്ലെൻഡർ ഉപയോഗിച്ച് നന്നായി അടിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് നേരത്തേക്ക് നന്നായി അടിച്ചെടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന മുട്ടയും ബട്ടറും ഒക്കെ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ചേർക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഷുഗർ നല്ല ഫൈനായിട്ടുള്ള വളരെ വേഗത്തിൽ അലിയുന്ന ഷുഗറാണ്. വേറെ ഗ്രാന്യൂൾസ് ആയിട്ടുള്ളതാണെങ്കിൽ പൊടിച്ചെടുക്കണേ. ഇതിലേക്ക് ഇനിയും തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചൂടായിട്ടുള്ള കോഫി ചേർത്ത് അടിച്ചെടുക്കാം. തൈര് 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നു. കേക്കിന് നല്ല മയം കിട്ടാൻ വേണ്ടിയാണ്. 1 ടീസ്പൂൺ വാനില എസൻസും ചേർക്കാം. ഇതെല്ലാം കൂടെ ചെറിയ സ്പീഡിൽ 1 മിനിറ്റ് നേരത്തേക്കൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് ഇനിയും മിക്സ് ചെയ്തെടുത്ത പൊടി കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കാം. ഇതിനു ശേഷം ഇനി ബീറ്റർ ഉപയോഗിക്കേണ്ട, ഒരു സ്പാറ്റുല ഉപയോഗിച്ചൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഒരേ വശത്തോട്ട് തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കണേ. വശങ്ങളിലുള്ള പൊടിയും എല്ലാം ഒന്ന് ചേർത്തിളക്കണം. ചോക്ലേറ്റ് കേക്കിൻ്റെ മാവ് ഇതുപോലെ അല്പം റണ്ണിങ് ആയിട്ടാണ്. വെള്ളം പോലാണല്ലോ എന്ന് വിഷമിക്കേണ്ട. എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിനെയും പെട്ടെന്ന് തന്നെ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്ക്യൂവറോ ഒരു ഫോർക്കോ വല്ലോ ഉപയോഗിച്ചൊന്ന് വരഞ്ഞെടുക്കാം. ഇനി 2-3 പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കാം, ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് 170 ഡിഗ്രിയിൽ ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റിന് ശേഷമേ തുറന്ന് നോക്കാവൂ. കേക്ക് വെച്ച് തുറക്കുവാണെങ്കിൽ കേക്ക് അങ്ങ് താന്നു പോകും. ഈ സമയത്ത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനുള്ള ചോക്ലേറ്റ് സിറപ്പ് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാലും ഒരു 1/3 കപ്പ് ചോക്ലേറ്റ് ചിപ്സും ചേർക്കുന്നു. 2 ടീസ്പൂൺ ബട്ടറും ചേർത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇറക്കി വെച്ച് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായി അലിഞ്ഞ് നല്ലതായിട്ട് മിക്സായി വരട്ടെ. കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഈ സിറപ്പ് ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയാകാൻ വേണ്ടി ഞാനൊരു പാനിലിട്ട് ചൂടാക്കിയിട്ടുണ്ട്. കേക്ക് ബേക്കാകാൻ വെച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ കേക്ക് റെഡിയാണ്. കേക്ക് ആയോ എന്ന് നോക്കാൻ വേണ്ടി ഇതുപോലെ ഒരു സ്ക്യൂവർ ഇട്ടൊന്ന് കുത്തി നോക്കുക. അത് കുത്തുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വരണം. അതിലൊന്നും പറ്റി പിടിക്കാതെ ഒന്ന് ചെറുതായി തണുത്ത ശേഷം കൈ പൊള്ളാതെ സൂക്ഷിച്ച് കേക്കിൻ്റെ ടിന്നിൽ നിന്ന് കേക്ക് മാറ്റി വെക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുന്നു. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം. കുറച്ചൊന്ന് തണുപ്പിച്ച ശേഷം കട്ട് ചെയ്തെടുക്കണം. ആഹാ, നല്ല ഭംഗിയായിട്ടുള്ള സൂപ്പർ കേക്ക്. ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്, വളരെ സ്പോഞ്ചി ആയി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. സൂപ്പർ ടേസ്റ്റി. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതാണ്. തീർച്ചയായും കാണണം. താങ്ക് യു.